CK ലേണിംഗ്സിൻ്റെ SCRT ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കുന്നത് ബയോളജിയാണ്. ഇത് ബയോളജിയുടെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുവാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെല്ല്, കോശമാണ്. അപ്പോൾ കോശം എന്ന് പറയുന്നത് ഒരു 2-3 ക്ലാസ്സുകളിൽ ഞാൻ കണ്ടു. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്താണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ഭാഗമായിട്ടാണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം കോശങ്ങളുടെ ആദ്യത്തെ ഭാഗം നോക്കാം. അപ്പം എന്താണ് കോശങ്ങൾ എന്ന് പറയുന്നത്, സെൽസ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടൊരു യൂണിറ്റ് കാണും അല്ലേ, അതിൻ്റെ ഒരു ഇഷ്ടിക കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കല്ലും വെച്ചിട്ടാണ് ആ ഒരു വീട് പൂർണ്ണമായിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ ശരീരത്തിനും അടിസ്ഥാനമായിട്ടൊരു യൂണിറ്റ് ഉണ്ട്, ഒരു ബേസിക് യൂണിറ്റ് ഉണ്ട്. ഈ ബേസിക് യൂണിറ്റുകൾ വെച്ചിട്ടാണ് ആ ബോഡി ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. നോക്കിക്കേ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ത് തന്നെയാണ്? കോശം തന്നെയാണ്. അപ്പം മനുഷ്യൻ ശരീരത്തിന് എന്ത് തന്നെയാണ്? സെല്ല് തന്നെയാണ്. അതുപോലെ തന്നെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? അത് സെല്ല്, കോശം തന്നെയാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇച്ചിരി വലിയൊരു ബോഡിയാണല്ലോ നമ്മുടേത് അല്ലേ. അപ്പോൾ ഈ ഒരു ബോഡി കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ജനിച്ചതുപോലെയാണോ നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ ഇതെന്താ ചെയ്ത് നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പം ഈ വളർന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു സെല്ല് വലിപ്പം വെച്ചു എന്നുള്ളതല്ല കേട്ടോ. ഇതിനെന്താ ചെയ്യുന്നത്? ഒരുപാട് സെല്ലുകൾ പുതുതായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് സെല്ലുകളുടെ എണ്ണം കൂടി ആണ് നമ്മളിപ്പോൾ ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളൊരു ഓർഗനിസം ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഏകകോശ ജീവികളുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ബഹുകോശ ജീവികൾ, അതായത് മൾട്ടി സെല്ലുലാർ, യൂണിസെല്ലുലാർ ഓർഗനൈസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗനൈസംസും ഉണ്ട്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, അതായത് ഒരു സെല്ല് മാത്രം, ഒരു കോശം മാത്രമുള്ള ഒരു ജീവി. അപ്പോൾ ആ ജീവിയെ സംബന്ധിച്ച് ആ ജീവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഈ ഒരു ഒറ്റ സെല്ലായിരിക്കും, ആ ഒരു ഒറ്റ കോശമായിരിക്കും നടക്കുന്നത്. എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അത്യാവശ്യം. എന്നാൽ മൾട്ടി സെല്ലുലാർ ആകുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും? ഒരുപാട് കോശങ്ങൾ ചേർന്നിട്ടായിരിക്കും ആ ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് കോശം എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കി. അപ്പോൾ ഈ ഒരു കോശത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട്, അതായത് എങ്ങനെയാണ് ജന്തുകോശം, എങ്ങനെയാണ് സസ്യകോശം അല്ലെ, എങ്ങനെയാണ് പ്ലാന്റ് സെല്ല്, അനിമൽ സെല്ല്, പിന്നെ എങ്ങനെയാണ് ഈ സെല്ലുകൾ പിന്നെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ കുറേ സയൻറ്റിസ്റ്റുകളുടെ പഠനത്തിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, അങ്ങനെ ഇതെന്ന് പറയുന്നത് ചെറിയ യൂണിറ്റുകളാണ്. അപ്പോൾ ആ ചെറിയ യൂണിറ്റുകളെ നമ്മൾ സെല്ലിൽ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ ഒരു സഹായം വേണം. അപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഈ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് ഇതിനുള്ള പഠനവും എന്ത് ചെയ്തിട്ടുണ്ട്? പുരോഗമനം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കാലത്ത് ഇത് ആദ്യമായി പഠിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിൽ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഈ റോബർട്ട് ഹുക്ക് ഒരു കോർക്ക് സെല്ല് എടുത്ത് നോക്കുമ്പോൾ, ഒരു മരത്തിൻ്റെ കോർക്ക് കഷ്ണം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നതെന്ന് പറയുന്നത് ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ്. അതായത് പണ്ട് കാലത്ത് സെല്ലുലെ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് സെല്ല് കോശം എന്നാണ്, അത് ഇപ്പോൾ കോശം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം പേരിടാൻ കാര്യം, പണ്ട് ഈ മോങ്സുകളൊക്കെ അതായത് സന്യാസികളൊക്കെ താമസിക്കാനായിട്ടൊരു സിംഗിൾ റൂമിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ ഒരു സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ റോബർട്ട് ഹുക്ക് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഈ റോബർട്ട് ഹുക്ക് എന്ന് കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിന് പേരിട്ടു. ഇദ്ദേഹം ഇത് ശരിക്കും കണ്ടത് ഒരു ഡെഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഔട്ടർ സെൽ വാൾ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് അദ്ദേഹം കണ്ടത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിൻ്റെ അത് എത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് ഒന്നും അന്നില്ല. അപ്പം അന്ന് ഉണ്ടായിരുന്ന മൈക്രോസ്കോപ്പിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൽ റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്കഷ്ണത്തെ നിരീക്ഷിക്കുകയുണ്ടായി. അടുക്കി വെച്ചിട്ടുള്ള പെട്ടികൾ പോലുള്ള ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തി. അറകൾ എന്നർത്ഥത്തിൽ അദ്ദേഹം ഇതിനെ എന്തെന്ന് വിളിച്ചു? സെല്ലുകൾ, കോശങ്ങൾ എന്ന് വിളിച്ചു. റോബർട്ട് ഹുക്ക് തന്റെ നിരീക്ഷണങ്ങൾ മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അദ്ദേഹം 1665 വർഷം ഓർക്കുക, 1665 മൈക്രോഗ്രാഫിയ എന്ന തൻ്റെ പുസ്തകത്തിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇതിനെ പറ്റിയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 1665 ആരായിരുന്നു? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ബോക്സ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അന്ന് മോങ്സുകളൊക്കെ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്നത് പോലെ ഒരു ബോക്സ് ലൈക്ക് റൂം പോലെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ഇത് സെല്ലുകൾ, കോശങ്ങൾ എന്നാണ് ഇതിനെ
വിളിച്ചത്. ഇനി തുടർന്ന് ഒരുപാട് ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുമല്ലോ. അപ്പൊ ഇദ്ദേഹം കണ്ടെത്തിയത് ഡെഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്, അല്ലെ ജീവനില്ലാത്ത ഒരു കോശത്തിനെയാണ് കണ്ടത്. തുടർന്നുള്ള വർഷങ്ങളിൽ ആന്റൺ വാൻ ല്യൂമൻഹോക്ക് ഇദ്ദേഹം കുളത്തിൽ നിന്നും ജലമെടുത്തിട്ട് ആ ജലത്തിൽ എന്ത് ചെയ്തു, ആ ജലത്തിൽ മെച്ചപ്പെടുത്തിയ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിച്ചു. കാര്യം മുന്നേ ഉള്ള മൈക്രോസ്കോപ്പിൽ ഡെഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, മെച്ചപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിൽ നിന്ന് നിരീക്ഷിച്ചു. അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. ആ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവികളായിരുന്നു. ഇതിനെ ഇദ്ദേഹം വിളിച്ചത് അനിമൽക്യൂൾസ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം വിളിച്ചിരുന്നത് എന്താണ്? അനിമൽക്യൂൾസ് എന്നാണ് വിളിച്ചിരുന്നത്. ആരാ വിളിച്ചത്? ആന്റൺ വാൻ ല്യൂമൻഹോക്ക്. അപ്പോൾ റോബർട്ട് ഹൂക്ക് കഴിഞ്ഞു. ഇതിന്റെ ആ ഒരു നമ്മുടെ മൈൽ സ്റ്റോൺസുകളാണ് നമ്മൾ ഈ പറയുന്നത്. ആദ്യം പറഞ്ഞത് റോബർട്ട് ഹൂക്ക് ആയിരുന്നു, രണ്ടാമത് പറഞ്ഞത് ആരാ? ആന്റൺ വാൻ ല്യൂമൻഹോക്ക് ആണ് പറഞ്ഞത്. ഇനി കോശത്തിനെ കുറിച്ചുള്ള പഠനമുണ്ടല്ലേ, കോശത്തിനെ കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം, സെൽ ബയോളജി എന്ന് പറയുന്നത്. കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ റോബർട്ട് ഹൂക്ക് കണ്ടെത്തി, പിന്നെ നമ്മുടെ ആന്റൺ ല്യൂമൻഹോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജന്തുകോശമുണ്ട്, സസ്യകോശമുണ്ട്, അങ്ങനെ കുറേ കോശങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരായിരിക്കും അല്ലെ, നമ്മൾ +1 +2 ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ബയോളജി എടുത്തിട്ടുള്ളവരാണെങ്കിൽ കേട്ടിട്ടുള്ള പേരാണ് സ്ലീഡനും ഷ്വാനും എന്ന് പറയുന്ന രണ്ട് ആൾക്കാരുടെ പേര്. അതായത് നമ്മുടെ ജന്തുകോശവും സസ്യകോശവും കണ്ടെത്തിയതിനെ പറ്റിയുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഈ സെൽ തിയറി, കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് ഷ്വാനും അതുപോലെ സ്ലീഡനും കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളിൽ കൂടി കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് മോഡിഫൈഡ് ആയിട്ട് റുഡോൾഫ് വിർച്ചോയുടെ ഒരു കണ്ടുപിടുത്തലും കൂടെ ചേർത്തിട്ടാണ് എന്തുണ്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ള ഒരു സെൽ തിയറി, കോശ സിദ്ധാന്തം ഉണ്ടായിട്ടുള്ളത്. ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ മാത്യാസ് ലീഡൻ 1838 ധാരാളം സസ്യങ്ങളെ എന്താക്കിയിട്ടുണ്ട്? പഠന വിധേയമാക്കി. ഈ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും അവ സസ്യത്തിന്റെ കലകളായി രൂപപ്പെടുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇത് പ്ലാന്റ് സെല്ല് അല്ലെ സസ്യകോശത്തിനെ പറ്റി ആദ്യം കണ്ടെത്തിയത് 1838 മാത്യാസ് ലീഡൻ ആണ്. ഈ സ്ലീഡൻ അപ്പോൾ സസ്യകോശത്തിനെ കണ്ടെത്തി. ഇനി നമുക്ക് ജന്തുകോശം വേണം. ഇതേ കാലയളവിൽ ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനായ തിയോഡോർ ഷ്വാൻ 1839. അപ്പോൾ 1838 പഠിച്ചു, 1839 പഠിച്ചു. ഈ 1839 ഷ്വാനാണ് ധാരാളം ജന്തുകോശങ്ങളെ പഠനവിധേയമാക്കുകയും ജന്തുകോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ന് അതിനെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? പ്ലാസ്മ സ്തരം, പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് ഇന്ന് അതിനെ അറിയപ്പെടുന്നത്. അതായത് ബാഹ്യമായിട്ട് ഈ കോശം, ഇതൊരു കോശമാണെങ്കിൽ അതിന് ബാഹ്യമായിട്ട് ഒരു സ്തരം, അതിനൊരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് ഇപ്പൊ ഇന്ന് നിലവിൽ അത് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1838 പ്ലാന്റ് സെല്ലും 1839 അനിമൽ സെല്ലും കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഇവർ കൊണ്ടുവന്നിട്ടുള്ള സെൽ തിയറിയെ സംബന്ധിച്ച് ഒരു ഡിഫക്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള സെല്ല് എങ്ങനെ രൂപപ്പെടുന്നു, ഇനി നിലവിൽ അടുത്തൊരു പ്രോഡക്റ്റ് സെൽ അല്ലെ പ്രോജനി എങ്ങനെ രൂപപ്പെടുന്നു, അടുത്ത സെല്ല് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതൊന്നും ഇവർ രണ്ടുപേരും കണ്ടെത്തിയില്ല. അത് കണ്ടെത്തിയത് റുഡോൾഫ് വിർച്ചോ. അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും കണ്ടെത്തലുകളാണ് നമ്മുടെ സെൽ തിയറി, കോശ സിദ്ധാന്തമായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം സസ്യകലകൾ, അതായത് നമ്മുടെ ഷ്വാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സസ്യകലകളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സസ്യകലകളിലും പഠനം നടത്തിയിട്ടുണ്ട്. അതിന് കോശഭിത്തി, സസ്യകോശങ്ങളുടെ പ്രത്യേകതയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ, കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശങ്ങളുടെ പ്രത്യേകതയാണെന്നും ഇദ്ദേഹം കണ്ടെത്തി. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടും നിർമ്മിതമാണെന്ന പരികല്പനയ്ക്ക് ഷ്വാൻ രൂപം കൊടുത്തു. അതായത് ജന്തുക്കളായാലും സസ്യങ്ങളായാലും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഷ്വാൻ രൂപം കൊടുത്തിട്ടുണ്ട്. സ്ലീഡനും ഷ്വാനും ചേർന്ന് ആണ് എന്തുണ്ടാക്കിയത്? സെൽ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽ തിയറി, കോശ സിദ്ധാന്തം രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിദ്ധാന്തം പുതിയ കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതൊരു ഡിഫക്റ്റ് ആണ്. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള സെൽ തിയറി. ഇവർ പറഞ്ഞു, സ്ലീഡൻ പറഞ്ഞു സസ്യങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് സസ്യകോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, ജന്തുക്കൾ എന്ന് പറയുന്നത് ജന്തുകോശങ്ങളാൽ നിർമ്മിതമാണ്. പക്ഷെ എങ്ങനെയാണ് ഒരു പുതിയ ന്യൂ സെൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇവർ പറഞ്ഞില്ല. അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്. ഈ ഒരു ഡിഫക്റ്റ് കോശങ്ങൾ വിഭജിക്കുന്നുവെന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ്, ഇപ്പോൾ ഇതൊരു കോശമാണെങ്കിൽ ആ കോശം ഡിവൈഡ് ചെയ്ത് രണ്ടായി അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് പുതിയൊരു സെല്ല് രൂപപ്പെടുന്നത്. ഒമ്നിസെല്ലുലെ എ സെല്ലുലെ നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന് ആദ്യമായി കണ്ടെത്തിയത് റുഡോൾഫ് വിർച്ചോയാണ് 1855.
ഇതെല്ലാം SCERT കറക്റ്റ് വർഷങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വർഷസഹിതം ഓർത്ത് വെച്ചിരിക്കുക. 1838, 1838, 1839, 1855 ഈ വർഷങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഈ 1855 റുഡോൾഫ് വിർച്ചോ ഇങ്ങനെ ഒരു ഇത് കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ ഇതാണ് മോഡിഫൈഡ് ആയിട്ട് നമ്മുടെ സെൽ തിയറി എത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്ലീഡന്റെയും ഷ്വാന്റെയും നിഗമനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് കോശ സിദ്ധാന്തത്തിന് ഒരു ഫൈനൽ ഒരു ഡ്രാഫ്റ്റ് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫൈനൽ രൂപം പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോശ സിദ്ധാന്തത്തിനെ എങ്ങനെ മനസ്സിലാക്കാം? എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ്. എല്ലാ കോശങ്ങളും മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഓംനി സെല്ലുലെ എ സെല്ലുലെ റുഡോൾഫ് വിർച്ചോ കണ്ടെത്തിയത് 1855. എല്ലാ കോശങ്ങളും മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ളതും ഈ ഒരു കോശ സിദ്ധാന്തത്തിൽ റുഡോൾഫ് വിർച്ചോ പറയുന്നുണ്ട്. അതായത് സ്ലീഡനും ഷ്വാനും പറഞ്ഞതിലുള്ളതിനെ കുറച്ച് മോഡിഫൈഡ് ആക്കിയിട്ടാണ് റുഡോൾഫ് വിർച്ചോ ഈ ഒരു തിയറി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. ഒരു SCERT ആ ഒരു പിക്ചർ തന്നെയാണ്. 1838 മാത്യാസ് ജേക്കബ് സ്ലീഡൻ, MJ സ്ലീഡൻ കേട്ടോ, MJ സ്ലീഡൻ എന്ന് പറഞ്ഞു എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. 1839 തിയോഡോർ ഷോൺ എന്ത് കണ്ടെത്തി? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പൊ നമ്മൾ നേരത്തെ സസ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? എല്ലാ ജന്തുക്കളും, അനിമൽസ് എന്താണ്? അനിമൽ സെല്ല് എല്ലാ ജന്തുക്കളും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1855 റുഡോൾഫ് വിർച്ചോ എന്ത് പറഞ്ഞു? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന ആശയം. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു 3 വർഷവും ആൾക്കാരെയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ആ ഒരു സെൽ തിയറിയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഏകകോശ ജീവികൾ, ഒരു കോശം മാത്രമുള്ള ജീവികളാണ്. ഏകം എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതിന് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. കോശം ആകെ ഒരു കോശമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. ഇതിന് എക്സാമ്പിളുകൾ എന്ന് പറയുന്നത് അമീബ, യൂഗ്ലീന, പാരമീസിയം. അമീബ, യൂഗ്ലീന, പാരമീസിയം ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് നേരിട്ട് അതോ ഒരു അമീബ പോണേ എന്ന് നമുക്ക് കണ്ട് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. കാര്യം ആകെ ഒരു സെല്ലേ ഉള്ളൂ, വളരെ ഒരു ചെറിയ സെല്ലാണ്. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിസെല്ലുലാർ ഓർഗനൈസംസ് എന്ന് പറയുന്നത്. ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, ഏകകോശ ജീവികൾ. ഇനി രണ്ടാമതാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗനൈസംസ്. ഇത് എന്ന് പറയുന്നത് ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബഹുകോശ ജീവികൾ എന്നറിയുന്നത്. അപ്പോൾ ഒരു കോശമാണെങ്കിൽ അത് ഏകകോശവും, ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ബഹുകോശവും, മൾട്ടി സെല്ലുലാർ ഓർഗനൈസംസ് എന്ന് പറയും. ഇനി ഇവയുടെ ഒരു താരതമ്യം നോക്കാം. അതായത് ഏകകോശം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു കോശം മാത്രമാണുള്ളത്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ഒരു ഒറ്റ കോശമേ ഉള്ളൂ, അതിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഫുള്ള് നടക്കുന്നതും. അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഏതിൽ നടക്കുന്നത്? യൂണിസെല്ലുലാർ ഓർഗനൈസംസിലാകെ ഒരു സെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താണ് നടക്കുന്നത്? എസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആണ് നടക്കുന്നത്. എന്നാൽ ബഹുകോശം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ താരതമ്യം നോക്കാം അല്ലേ? ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികൾക്കും എന്തൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, യൂണിസെല്ലുലാർ. അതെ, അതിനെന്താണ്? ഒരു കോശം മാത്രമാണുള്ളത്. എന്നാൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഒറ്റ കോശമേ ഉള്ളൂ, ആ ഒറ്റ കോശത്തിൽ തന്നെയാണ് ആ ജീവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇതിൽ എന്താ നടക്കുന്നത്? അലൈംഗിക പ്രത്യുൽപാദന രീതി, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് ഇതിൽ നടക്കുന്നത്, യൂണിസെല്ലുലാർ ഓർഗനൈസംസിൽ നടക്കുന്നത്. ഇനി ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗനൈസത്തിൽ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവ വ്യവസ്ഥയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? അതിൽ ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. അതായത് സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, എസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് റീപ്രൊഡക്ഷനും എന്തിൽ നടക്കുന്നുണ്ട്? ഈ നമ്മുടെ ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗനൈസത്തിൽ നടക്കുന്നുണ്ട്. ഈ അവയവം ഇവിടെയാണ് കേട്ടോ, അവയവ വ്യവസ്ഥ, അതായത് ഓർഗൻ സിസ്റ്റംസ് ആണ് എന്തിൽ നടത്തുന്നത്? മൾട്ടി സെല്ലുലാർ ഓർഗനൈസത്തിൽ അതിൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മറ്റുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗനൈസത്തിന് ആകെ ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ പിന്നെ ജീവൽ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അത് ആ ആള് മാത്രമേ ഉള്ളൂ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലാകുമ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. അതായത് നമ്മൾ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് അല്ലേ. ഈ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സെൽസ് ചേർന്നിട്ട് ഇത് ടിഷ്യൂ ആയിട്ട് മാറും. എന്താണ്, കലകൾ അല്ലെ, കലകൾ ആയിട്ട് മാറും. കോശം എന്തായിട്ട് മാറും, കലകളായിട്ട് മാറും. ഈ കലകൾ ചേർന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത്, ഓർഗൻ ആയിട്ടാണ് മാറുന്നത്, അവയവം ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ കിഡ്നി ഇങ്ങനെ പല അവയവമായിട്ട് മാറും. ഇനി ഈ അവയവം മാത്രമായിട്ടിരുന്നാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ സംബന്ധിച്ച് അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ സാധ്യമല്ല. ഇവ ഒരുപാട് ഓർഗൻസ് ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് മാറും, അവയവ വ്യവസ്ഥയായിട്ട് മാറും. അതാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓർഗൻ സിസ്റ്റം തന്നെ നമ്മൾ പറയാറുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം പറയാറുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം പറയാറുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം പറയാറുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം പറയാറുണ്ട്, ന്യൂറോക്രൈൻ സിസ്റ്റം, അങ്ങനെ ഇഷ്ടംമാതിരി ന്യൂറോ സിസ്റ്റം. ഇതെല്ലാം എന്ന് പറയുന്നത് അവയവ വ്യവസ്ഥകളാണ്. അപ്പോൾ സെല്ലെന്ന് പറയുന്നത് ഈ ഒരു ബേസിക് യൂണിറ്റ് ആണ്. ഈ സെല്ല് ചേർന്ന് ടിഷ്യൂ ആകുന്നു, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആകുന്നു, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ആകുന്നു, അവസാനം നമ്മളെ പോലെ ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഓർഗൻ സിസ്റ്റമാണ് ആരുടെ ജീവൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് അവരാണ്. ഇനി ഇതെന്ന് പറയുന്നത് ഇവരുടെ ഒരു പിക്ചർ, അതായത് ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും അനിമൽ സെല്ലിൻ്റെയും ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ടാവും, അതിനെ നമ്മൾ നായകൻ എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓർഗൻ, അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബോഡിയെ നമ്മൾ ഓർഗൻസ് എന്ന് പറയുമ്പോൾ സെല്ലിനെ സംബന്ധിച്ച് സെല്ലിനുള്ളിലുള്ള ഓരോ അംഗങ്ങളെയും കോശ അംഗങ്ങൾ എന്നാണ് പറയുന്നത്, ഓർഗനൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. കോശാംഗങ്ങൾ, ഓർഗനൽസ് എന്നാണ് പറയുന്നത്. ഈ ഓരോ ഓർഗനൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കേന്ദ്ര വ്യവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്, മർമ്മമാണ്. ന്യൂക്ലിയസിനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോശത്തിൻ്റെ അംഗം ഓർഗനൽ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതിൽ ഓരോ കോശാംഗങ്ങളുണ്ട്. ന്യൂക്ലിയസിനോട് ചേർന്നുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മൈറ്റോകോൺട്രിയ ഉണ്ട്. പിന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരാളാണ്, പവർ ഹൗസ് ആണ്, നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം തരുന്നത് മൈറ്റോകോൺട്രിയാണ്. അത് കഴിഞ്ഞിട്ട് റൈബോസോം ഉണ്ട്. റൈബോസോം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പ്രോട്ടീൻ പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന ഒരു ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഫേനം, വാക്യൂൾ എന്ന് പറയും കേട്ടോ, വാക്യൂൾ എന്ന് പറയും. ഇത് ജന്തുകോശമാണ്. അപ്പൊ ഈ ജന്തുകോശത്തിന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ജന്തുകോശത്തിന് എന്തുണ്ട്, ഒരു തരമുണ്ട്, അതാണ് കോശസ്തരം, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ, ഈ ഇതുപോലെ ഇനി കോശത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലെ, ഒരു ജെല്ലി ലൈക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെട്രിക്സ് ഉണ്ട്. അതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്, കോശദ്രവ്യം എന്ന് പറയുന്നത്. ഈ കോശദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസിനൊക്കെ ഒരു ബേസായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സൈറ്റോപ്ലാസം, കോശദ്രവ്യമാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിമൽ സെല്ലിന് എന്തില്ല, സെൽ വോളില്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സെല്ല്, സസ്യകോശത്തിന് മാത്രമാണ് എന്തുള്ളത്, സെൽ വോൾ ഉള്ളത്. അപ്പം ഈ ഒരു ആനിമൽ സെല്ലിൻ്റെ നമ്മൾ നോക്കി, അടുത്തത് പ്ലാന്റ് സെല്ലിൻ്റെതായിട്ടുള്ള പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. പക്ഷെ എക്സ്ട്രാ ഇതിൽ ആരുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അതായത് പച്ച കളർ കൊടുക്കുന്ന അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ വാക്യൂൾ എന്ന് പറയുന്നത് ഈ വാക്യൂൾ, അതായത് ഫേനത്തിൻ്റെയും കാട്ടി വലുതല്ലേ. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും. അതുപോലെ പ്ലാന്റ് സെല്ലിൻ്റെ വാക്യൂൾ എന്ന് പറയുന്നത് അനിമൽ സെല്ലിൻ്റെയും കാട്ടി വലുതായിരിക്കും. പിന്നെ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോം ഉണ്ട്, കോശസ്തരമുണ്ട്, മൈറ്റോകോൺട്രിയൻ ഉണ്ട്, പിന്നെ സെൽ വോൾ അല്ലെ, കോശഭിത്തി. ഈ കോശഭിത്തി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടില്ല, അത് എവിടെ മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സെല്ലിൽ മാത്രമേ എന്തുള്ളൂ, കോശഭിത്തി, സെൽ വോൾ ഉള്ളൂ. ഇതാണ് ഈ പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവ തമ്മിൽ നല്ല സാമ്യങ്ങളും ഉണ്ട്, നല്ല വ്യത്യാസങ്ങളും ഉണ്ട് അല്ലേ. ഈ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ, അതുപോലെ സിമിലാരിറ്റിയും അതിലുള്ള ഡിസിമിലാരിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സസ്യകോശത്തിനും ജന്തുകോശത്തിനും കോശസ്തരമുണ്ട്, അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇരു കോശങ്ങളിലും മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോമുകൾ, കോശകേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസ് തുടങ്ങിയ കോശാംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഓർഗനൽസ് ഉണ്ട്.
ഇതാണ് ഇതിൻ്റെയുള്ള സാമ്യം. എല്ലാം ഒരേപോലെ അതാണ് കോശസ്തരം, പ്ലാസ്മ മെംബ്രെയിനും അതുപോലെ ഇതുപോലെയുള്ള ഓർഗനൽസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ സസ്യകോശങ്ങളിൽ കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും കാണപ്പെടുന്നു. എന്നാൽ ഇവ എന്തില്ല, ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല. സസ്യകോശത്തിലെ ഫേനം എന്ന് പറയുന്നത് ജന്തുകോശത്തിലെ ഫേനത്തേക്കാൾ എന്തായിരിക്കും, വലുതാണ് എന്നുള്ളത് നമ്മൾ ആ ഒരു ഡിസിമിലാരിറ്റീസ് നോക്കി. ഇനി നമ്മളെ കണ്ണിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗനൈസത്തിനെ സംബന്ധിച്ച് ഏകകോശ ജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലെ? മൈക്രോസ്കോപ്പിലൂടെയാണ് കാണാൻ എളുപ്പം, നമുക്ക് അല്ലാതെ ഇത് കാണത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം മതിയായ ഒരു പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ഒരു ഇതാണ് കണ്ണിന്റെ റെസല്യൂഷൻ പവർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു വേർതിരിച്ചറിയാൻ പറ്റുന്ന 2 പോയിന്റുകളെ തമ്മിൽ, 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്ന കണ്ണിന്റെ ആ ഒരു കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ചെറിയ ചെറിയ സെല്ലുകൾ കാണാനായിട്ട് നമ്മൾ പല ടൈപ്പ് മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ചറിയാൻ ലെൻസ് ആവശ്യമാണ്. അപ്പം അതിന് കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ വേർതിരിച്ചറിയണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്, ലെൻസിൻ്റെ ആവശ്യമുണ്ട്. ഇനി എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന്? ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവർത്തന ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനെ വലുതാക്കി കാണാൻ പറ്റണം. അതിന്റെ ആക്ച്വൽ സൈസിൽ നിന്ന് വലുതാക്കി നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഇതാകല്ലേ, ആ ഒരു സൈസിലേക്ക് മാറ്റുന്ന ആ ഒരു കഴിവിനെയാണ് മാഗ്നിഫിക്കേഷൻ പവർ, ആവർത്തന ശേഷി എന്ന് പറയുന്നത്. നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ്, അതായത് നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ഇങ്ങനെയാണല്ലോ നമ്മൾ നോക്കുന്നത്, ഈ കണ്ണിൻ്റെ ഇവിടെ വരുന്ന ലെൻസിനെയാണ് ഐ പീസ് ലെൻസ് എന്നും, നമ്മളൊരു ഒബ്ജക്റ്റ് അവിടെ ഒരു സ്ലൈഡിൽ കയറ്റിയാണ് ഇങ്ങനെ വെക്കുന്നത്, അല്ലെ? ആ സ്ലൈഡ് വെക്കുന്നതിൽ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് മതിയായിട്ടുള്ള എന്താണ് വെട്ടമൊക്കെ കണ്ടൻസർ ഉണ്ടാവും. അപ്പോൾ ഇതിന് അതായത് ഒബ്ജക്റ്റിന് അടുത്തുണ്ടാവുന്ന ലെൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ പീസും ഉണ്ടാവും, ഒബ്ജക്റ്റീവും ഉണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ ഐ പീസ് ലെൻസ് 10x വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40x വലുതാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 10 × 40, അതായത് 400x ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിരീക്ഷണ വസ്തുവായിട്ടുള്ള ഐ പീസ് ലെൻസിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും കൂടി എടുത്തിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, മാഗ്നിഫിക്കേഷൻ പവർ കണക്കാക്കുന്നത്. ഇനി പല തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിളായിട്ടാണ് ഒരൊറ്റ ലെൻസ് മാത്രം കൊണ്ട് ഉപയോഗിക്കുന്ന ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കൾ 10 മടങ്ങ് വരെയാണ് വലുപ്പത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും. ഇനി എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ എന്ന വാക്കിൽ തന്നെയുണ്ട്, നമ്മൾ ഒരൊറ്റ ലെൻസ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. എങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിച്ചാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഇതിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും. ഇത് 10 മടങ്ങാണെങ്കിൽ ഇത് 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും. 10 മടങ്ങും 1000 മടങ്ങും. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റസ്കും മാക്സ് നോളും കൂടെ ചേർന്നിട്ടാണ്. ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും കൂടെ ചേർന്നിട്ടാണ് 1934 ഇത് കണ്ടെത്തിയത്. വർഷം ഓർത്തു വെച്ചിരിക്കുക 1934. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്നും വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനുമായി സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്നും വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനുമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോശത്തിന്റെ പല ഭാഗങ്ങളാണ് നോക്കുന്നത്, പല പാർട്ടുകൾ, പല ഇപ്പം ഓർഗനൽസ് നോക്കാം, അല്ലെങ്കിൽ കോശം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്തുനിന്നേ നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഇത് കോശമാണെങ്കിൽ അതിന്റെ വെളിയിൽ നിന്നേ നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ വെളിയിൽ കാണുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വെളിയിൽ എന്തുണ്ടാവും, സെൽവാളാണ് ഉണ്ടാകുന്നത്. അതിന് അകത്താണ് പ്ലാസ്മ മെംബ്രെയിൻ വരുന്നത്. അപ്പോൾ കോശത്തെ പൊതിഞ്ഞും നേർത്തതും വഴക്കമുള്ളത് പാളിയാണ് കോശസ്തരം പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും ഈ ഒരു സ്ഥലത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ തരം എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, സെമി പെർമിയബിൾ. അതായത് ചിലരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുക, സെമി പെർമിയബിൾ മെംബ്രെയിൻ, വരണധാരി സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്, സെമി പെർമിയബിൾ മെംബ്രെയിൻ.
കോശസ്തരത്തിൽ പ്രോട്ടീൻ തന്മാത്രകളും ലിപ്പിഡ് ഇരട്ടപ്പളി ബൈ ലെയർ ആയിട്ടുള്ള ലിപ്പിഡ്സും അതുപോലെ പ്രോട്ടീൻ തന്മാത്രയും ഉണ്ടാകുന്നുണ്ട് ഇവിടെ പ്ലാസ്മ മെംബ്രെയിനിൽ. ഇനി നമുക്ക് നോക്കുന്നത് സെൽ വോൾ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അനിമൽ സെല്ലിലാണെങ്കിൽ നമുക്ക് സെൽ വോൾ ഇല്ല, പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഉണ്ട്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആ ഒരു സ്ട്രക്ചറും കൊടുക്കുന്നത്, അതിനൊരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. കോശത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെൽ വോൾ കൊടുക്കുന്നുണ്ട്. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായിട്ടും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ കോശഭിത്തിയും അങ്ങനെ സെല്ലുലോസ് മാത്രം കൊണ്ട് നിർമ്മിച്ചതല്ല. ആൽഗകളുടെ കോശഭിത്തി ആണെങ്കിൽ സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ്, കാൽസ്യം കാർബണേറ്റ് എന്നീ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ്, പ്രോട്ടീൻസ് എന്നിവ കൊണ്ടാണ്. അപ്പൊ ഈ ഇഷ്ടം പോലെ സാധനങ്ങൾ വരാം. ഇപ്പോൾ സെല്ലുലോസ് എന്ന് മാത്രം നമുക്ക് പറയത്തില്ല, ആൽഗയിലൊക്കെ ആണെങ്കിൽ സെല്ലുലോസ് ഉണ്ട്, ഗാലക്ടൻസ്, മാനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പുതുതായി പ്രാപിച്ച ഒരു സസ്യകോശത്തിന്റെ പ്രാഥമിക കോശഭിത്തിക്ക് മാത്രമാണ് എന്തുള്ളത്, വളർച്ചാശേഷി ഉള്ളത്. തുടർന്ന് കോശത്തിന്റെ ഉൾഭാഗത്തായി, അതായത് സ്ഥലത്തിനോടടുത്ത്, പ്ലാസ്മ മെംബ്രെയിനോട് അടുത്ത് എന്തുണ്ടാവുന്നുണ്ട്, സെക്കൻഡറി വോൾസ് ഉണ്ടാകുന്നുണ്ട്. പ്രൈമറി വോൾസും ഉണ്ട്, സെക്കൻഡറി വോൾസും ഉണ്ട്. പല ഇപ്പം ആൽഗയിലാണെങ്കിൽ അതിന്റെ സെൽ വോൾ വേറെ ആയിരിക്കും, പല പ്ലാന്റിലാണെങ്കിൽ, പ്ലാന്റ് സെല്ലിലാണെങ്കിൽ പല ടൈപ്പ് മെറ്റീരിയൽസ് കൊണ്ടാണ് സെൽ വോൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെളിയിലാണല്ലോ, ഏറ്റവും വെളിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് നിൽക്കുന്ന ആളും അതുപോലെ ആ ഒരു സെല്ലിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ആളും കൂടിയാണ് സെൽ വോൾ എന്ന് പറയുന്നത്. കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാളിയാണ് മിഡിൽ ലമെല്ല എന്ന് പറയും. ഇപ്പോൾ രണ്ട് കോശം ഇതാ ഇങ്ങനെ ഇരിക്കുവാണ്, ഇതൊരു കോശം ഇതൊരു കോശം എന്ന് പറയും. അപ്പോൾ ഇവരെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ് എന്ന് പറയുന്നത് മിഡിൽ ലമെല്ല എന്ന് പറയുന്നത്. ഈ മിഡിൽ ലമെല്ല എന്ന് പറയുന്നത് ഒരു ഗ്ലൂ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇത് പ്രധാനമായും കാൽസ്യം പെക്ടേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവ തമ്മിലേക്ക് ഒരു ബന്ധം വേണമല്ലോ, അതിനൊരു പാലം പോലെ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിൽ കൂടെയാണ് ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാലം പോലെ കാണപ്പെടുന്ന ഇതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലമെല്ലയ്ക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിഡിൽ ലമെല്ലയും എന്താണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് മനസ്സിലായോ? രണ്ട് കോശങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഈ രണ്ട് കോശങ്ങളെ ചേർത്ത് വെക്കാനായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് മിഡിൽ ലമെല്ല. ഇനി ഇവരെ ചേർത്ത് വെച്ചാൽ മാത്രം പോരാ, ഇവർക്ക് തമ്മിൽ സംസാരം വേണമല്ലോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അടുത്തുള്ള രണ്ട് വീടുകൾ തമ്മിൽ ഇടയ്ക്കൊരു വഴി ഇട്ടേക്കും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് പോകാൻ വേണ്ടി. അതുപോലെ ഈ രണ്ട് കോശങ്ങൾക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരു പാലം പോലെ ഒരു ഏരിയ ഉണ്ട്, അതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അതാണ് മിഡിൽ ലമെല്ലയും പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്, അതായത് സെൽ വോൾ വെളിയിൽ പഠിച്ചു, അതിനുള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ചു. ഇനി അങ്ങ് ഉള്ളിലോട്ട് വരുന്ന ആളാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ കോശദ്രവ്യമാണ്, കോശത്തിനുള്ളിലുള്ള ദ്രവ്യമാണ് സൈറ്റോപ്ലാസം. ഇനി ഈ സൈറ്റോപ്ലാസത്തിനോടൊപ്പം എന്തുണ്ട്, ന്യൂക്ലിയസ്, മർമ്മവും കൂടി ചേർത്ത് ബാക്കി നമ്മുടെ ഓർഗനൽസും കൂടെ ചേരുമ്പോഴാണ് എന്താകുന്നത്, പ്രോട്ടോപ്ലാസമായിട്ട് മാറുന്നത്. അപ്പം മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്, ജീവദ്രവ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ജീവദ്രവ്യവും പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഓർത്ത് വെച്ചിരിക്കണം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ന്യൂക്ലിയസ് വേണം നിർബന്ധമില്ല. എന്നാൽ ഇതിൽ ന്യൂക്ലിയസും ബാക്കി എല്ലാ ഓർഗനൽസ് എല്ലാം കൂടെ ചേർന്ന് ഈ സൈറ്റോപ്ലാസം ഉൾപ്പെടെ എല്ലാം കൂടി വിളിക്കുന്നതിനാണ് നമ്മൾ ജീവദ്രവ്യം പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെൽ വോൾ പഠിച്ചു, പ്രോട്ടോപ്ലാസം പഠിച്ചു, പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ചു. ഇനി നമുക്ക് സൈറ്റോപ്ലാസം നോക്കാം. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് കോശദ്രവ്യം. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഈ കോശാംഗങ്ങൾ എന്ന് പറയുന്നത് അറിയാലോ, ഓർഗനൽസ് ആണ്. നേരത്തെ നമ്മൾ കോശത്തിനുള്ളിലെ ഓരോ ഓർഗനൽസിനെ പറഞ്ഞല്ലോ, റൈബോസം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇവയെല്ലാം അതത് സ്ഥാനത്ത് നിർത്താനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു സൈറ്റോപ്ലാസമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് ഒരു മാധ്യമമായിട്ട്, ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ, പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ മീഡിയമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനോടൊപ്പം ന്യൂക്ലിയസും ബാക്കി ഓർഗനൽസും എല്ലാം കൂടി ചേരുമ്പോഴാണ് അത് കോശദ്രവ്യം എന്തായിട്ട് മാറുന്നത്, ജീവദ്രവ്യമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് ആണ്. സെൽ ഓർഗനൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ആ കോശത്തിനുള്ളിൽ ഓരോ അംഗങ്ങൾ ഇത്രയേ ഉള്ളൂ. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളെയാണ് ഓർഗനൽസ്, കോശാംഗങ്ങൾ എന്ന് പറയുന്നത്.
ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഫിലിം എടുത്തു കഴിഞ്ഞാൽ നായകൻ പോലെ ആ ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ നായകൻ എന്ന് പറയുന്നത് മർമ്മമാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന, വല പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും, ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് മാറും. ഇപ്പോൾ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നിലവിലുള്ള സെല്ലിൽ നിന്നാണല്ലോ അടുത്ത സെല്ലുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓമ്നി സെല്ലുലേ സെല്ലുലേ. അപ്പം അതിൻ്റെ ഡിവിഷൻ നടക്കേണ്ട ടൈം ആകുമ്പോൾ ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറും? ക്രോമസോമായിട്ടാണ് മാറുന്നത്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്നൊരു ഭാഗമുണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ന്യൂക്ലിയോലസ്, മർമ്മകം എന്ന് പറയും. മർമ്മവും മർമ്മകവും. ഇതാണൊരു നമ്മുടെ ന്യൂക്ലിയസിന്റെ ഒരു പിക്ചറാണ് കേട്ടോ. മർമ്മത്തിന്റെ ഒരു പിക്ചറാണ് ന്യൂക്ലിയസിന്റെ പിക്ചർ. ഇതിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടോ? ഇതാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം, ഇതാണ് മർമ്മകം. മർമ്മത്തിനുള്ളിലുള്ള ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സാധനം, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു മർമ്മം എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള, അല്ലെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെൽ എടുത്താൽ ഇല്ല മെയിൻ ആയിട്ടുള്ള ആളാണ്. ഇനി അതിനോട് ചേർന്നുള്ള ആളാണ് എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. മർമ്മത്തിനോട് ചേർന്ന് നന്നായി നിറം പിടിക്കുന്ന ജാലിക പോലുള്ള ചില കോശാംഗങ്ങളെ 1898 ക്യാമിലോ ഗോൾഗി, അതുകൊണ്ടാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പിന്നീട് ഗോൾഗി വസ്തുക്കൾ എന്ന് ഇദ്ദേഹം കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിനെ ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. 1898 ക്യാമിലോ ഗോൾഗിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കോശത്തിൽ അടുക്കി വെച്ച തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഇവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും തരസഞ്ചികൾ പൊതിഞ്ഞ് കോശത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക്, കോശത്തിന് പുറത്തേക്കൊക്കെ അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ് സഹായിക്കുന്നത്. അതായത് പ്രോട്ടീൻ, ലിപ്പിഡ് ഇതിനേക്ക് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് അടുത്ത വേറെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇത് സ്റ്റോർ ചെയ്ത്, അല്ലെ പാക്കിംഗ് ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു പാക്കിംഗ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് ഏതിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഇതാണ് ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്, ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പേര് കിട്ടിയത് നമ്മൾ പറഞ്ഞു. ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്യാമിലോ ഗോൾഗി കണ്ടെത്തിയത് കൊണ്ടാണ് പിന്നീട് ഇതിനെ ഗോൾഗി അപ്പാരറ്റസ് എന്നതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാൻ ഈ ഒരു ഇത്രയും ഇത് പഠിപ്പിക്കാൻ, അതായത് സെല്ല് എന്ന് പറയുന്ന കോശം എന്നുള്ളത് പഠിപ്പിക്കാനായിട്ട് 3 ക്ലാസ്സുകളിലെ 3 ചാപ്റ്റേഴ്സ്, അതായത് ഓരോ ചാപ്റ്റേഴ്സിനും മൊത്തത്തിൽ 3 ചാപ്റ്റേഴ്സാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പാർട്ട് 1 ആയുള്ളൂ. ഇനി പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിൽ കുറച്ച് ബാക്കിയുള്ള ഓർഗനൽസിന്റെ കാര്യങ്ങളും കൂടിയൊക്കെ നോക്കണം. എന്നിട്ട് ഈ സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്, ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്, ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട്, ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളത് നോക്കാം. 6ാം ക്ലാസ്സിൽ, അതായത് പുതുതായിട്ട് മാറിയിട്ടുള്ള 6ാം ക്ലാസ്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. കുഞ്ഞു ചാപ്റ്ററാണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികൾ എന്താണെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. 8ാം ക്ലാസ്സിന്റെ 9ാമത്തെ ചാപ്റ്റർ കോശങ്ങളും കോശജാലകങ്ങളും എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ അതിലെല്ലാം എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. 11ാം ക്ലാസ്സിന്റെ കോശം ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്നുകൂടി വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.